വേർപിരിയൽ വേദനാജനകമാണെങ്കിലും നമ്മുടെ തറവാട് പിളർന്നിട്ട് പുതിയ പുതിയ യൂണിറ്റ് ഉണ്ടായാലേ നമുക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുകയാണ്. ടെക്സാസിലെ കുടമ്പുഴയിലെ ഷെരീഫ് സാറുണ്ട്, നമ്മുടെ ഹാരിസ് ഉണ്ട്, ബിച്ച് ഉണ്ട്. എല്ലാവരും നല്ല ഒന്നിനൊന്ന് കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവരും 1-2 ദിവസം വന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേടുന്നു. നിങ്ങൾക്ക് ഈ എനിക്ക് തോന്നുന്നു 3-4 വനിതകൾ നിങ്ങളുടെ കൂടി ഉണ്ടാവും. നിങ്ങൾ മുന്നോട്ട് പോകുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിലെല്ലാവരും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണുന്ന ഓരോ മുഖങ്ങളും നമ്മളെ എന്തോ ഒരടുത്ത് നമ്മുടെ ഹൃദയത്തിനോട് അടുത്ത ആളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ ഒരു മെക്സവന്റെ ഒരു പ്രത്യേകത. ഏതായാലും നമ്മൾ ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോ കയ്യൊന്നും റഷീദൊക്കെ പറഞ്ഞു. എന്നെ ഞാൻ അറിയുന്ന ആളുകളും ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണമെന്നുള്ള പല ആളുകളും. ഞാൻ ശരിക്കും ഏറ്റവും ബേസ് ചെറുപ്പക്കാരനാണോ ഞാൻ ഇവിടുത്തെ. അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് പോകുന്നത്. ഇവരെക്കാട്ടിയൊക്കെ വലിയ വിഷമം ഇരിക്കുകയാണ് തുടക്കം മുതൽക്കുള്ളത്. ഇത് നല്ലൊരു നേതൃത്വത്തിന്റെ കൂടാണ് ഞങ്ങളോട് നിൽക്കുന്നത്. നമ്മളെ SP റഷീദ് സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ ഏതൊരു ചെറിയ വിഷയം പോലും മൂപ്പരെല്ലാവരോടും ചർച്ച ചെയ്തിട്ട് ഞാനൊരു ചെറിയ സജഷൻ ഞാൻ വെച്ചു. അത് കുറെ സംഖ്യ എടുത്തുകൊണ്ട് എന്നെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി തന്ന് എന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത്തരം നേതൃത്വത്തിന്റെ കൂടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് വിട്ടു പോകാൻ വലിയ പ്രയാസമുണ്ട്. ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ഒരു എനർജി ശരിക്കും നമ്മൾ സംഭരിക്കേണ്ടതാണ് എന്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കേണ്ടത് ഇനി നമ്മളെ അവിടെ നിൽക്കുന്ന അടുത്ത പേട്ട കോടമ്പുഴ കൂട്ടായ്മയാണ്. അപ്പൊ അവിടെയും ഇതുപോലെ ഈ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസത്തിലോ നമ്മളൊന്ന് ഒന്നിക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ വേറിട്ട് പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞാലോ ഇവിടെ നമ്മളെ കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് അവിടെ പോകട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.